പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിന്നൊരു കൗ ഫാമിന് വേണ്ടി ഒരു വീറ്റ് ഫാം ചെറുതായിട്ട് ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇന്ന് എനിക്ക് ഈ ഫാം ആക്കാൻ വേണ്ടി വീറ്റൊന്നും കിട്ടുന്നില്ല. ഈ വീറ്റ് കൂടെ തീർന്നത് പിന്നെ ഇതിന് ബ്രീഡാക്കാൻ നമുക്ക് പറ്റില്ല. തൽക്കാലത്തോട്ട് നമ്മുടെ കയ്യിൽ വീറ്റുണ്ട്. അപ്പോൾ ഇനി ആ വീറ്റിൻ്റെ ഒരു ഫാം കുറച്ച് സെറ്റാക്കണം. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ റിസോഴ്സസ് ഒന്നും അധികമായിട്ടില്ല. ഞാൻ കുറേ കഷ്ടപ്പെട്ട് കുറച്ച് സീഡാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ഇത്രയും സാധനങ്ങളാണ്. ഈ അയൺ പിന്നെ നമ്മൾ എടുക്കാണ്ട് വെച്ചിരിക്കുന്നതാണ്. ആർമർ ഉണ്ടാക്കാനൊക്കെ നമ്മൾ വേറെ അയൺ തന്നെ എടുക്കണം. അതൊക്കെ നമുക്ക് ഫാം ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യം വരും ഗൈസ്. അപ്പോൾ നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയ ആയിട്ട് ഇങ്ങനെയും ഒരു ഫാം ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഏരിയയൊക്കെ എന്തെങ്കിലും ബ്ലോക്ക് വെച്ച് നമുക്കൊന്ന് നേരെയാക്കണം. നമുക്ക് ആദ്യം ഈ ഗ്രാസൊക്കെ നമുക്കൊന്ന് കളയാം. അപ്പോൾ ഇവിടെ ഒരു ഇൻഫിനിറ്റി വാട്ടർ റിസോഴ്സസ് ഉണ്ടാക്കണം. അപ്പം ഇൻഫിനിറ്റി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അറിയാത്തവർക്ക് നമ്മൾ 3 ബ്ലോക്ക് മൈൻ ചെയ്യുക. 3 ബ്ലോക്ക് അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിലും വാട്ടർ ആക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്കുന്ന വാട്ടർ എടുക്കുകയാണെങ്കിൽ ഇത് എത്ര എടുത്താലും തീരില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇൻഫിനിറ്റി വാട്ടർ ആവുന്നത്. അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഒരു ഹോയാണ്. അപ്പം ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ തന്നെ ഒരു ഇതാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് വേഗം ഒരെണ്ണം ആക്കിയാകും. ഓരോ ലെയർ കൂടുമ്പോഴും ഓരോ ലെയർ വാട്ടറും കൂടെ വെക്കണം. ഇപ്പോൾ ബ്ലാക്ക് കാണും, പക്ഷേ ഇത് വേഗം വാട്ടർ ഇല്ലാത്തതുകൊണ്ട് ഉണങ്ങിപ്പോവും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നിൽക്കരുത്. അപ്പോഴത്തേക്ക് നമ്മൾ വാട്ടറും കൂടെ ഇതേപോലെ ഒരു ലെയറിൽ വാട്ടറും ആക്കുക. അത് ഫുള്ള് വാട്ടർ ഒഴിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ അയച്ചു. ഇനി നമ്മൾ വേഗം നമുക്കൊരു ഷവലും കൂടെ വേണം. ഒരു മിനിറ്റ്, ഒരു സ്റ്റോൺ ഷവലും കൂടെ ആക്കിയേക്കാം, തന്നെ മാറും. അപ്പോൾ നമ്മൾ ഒരു പകുതിയോളം ഈ ലെയറിൻ്റെ പകുതിയോളം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അപ്പുറത്തെ ലെയറിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ സോയിലാക്കാം. അപ്പോൾ നമ്മൾ ഇത്ര എടുത്തിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത്ര എടുത്തിട്ട് നമ്മളിവിടെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒഴിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ഇനി നമ്മൾ ആക്കിയതെല്ലാം നല്ല ബ്ലാക്കായി തന്നെ ഇരിക്കും. ഇനി അത് സോയിലാവൂലായിരിക്കും. അപ്പം ഇവിടേക്ക് വെള്ളം എത്തൂല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അടിക്ക് പകരം ഫുള്ള് വെള്ളം ഒഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പം അത്രയും തന്നെ വെള്ളവും അത്രയും തന്നെ വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചേക്കാം. അതിന് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് അത്രയും വെള്ളം, ഇത് ഇൻഫിനിറ്റി വാട്ടർ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ നമ്മൾ വാട്ടർ വേഗം എടുക്കാനും എളുപ്പം ഇത് തന്നെയാണ്. ഇൻഫിനിറ്റി വാട്ടർ എന്തായാലും ഉണ്ടാക്കി വെക്കുക ഈ ഫാം ഉണ്ടാക്കുന്നതിന് മുമ്പ്. ഇതൊരു നോർമൽ ഫാമാണ്, പ്രത്യേകിച്ച് മെക്കാനിസം ഒന്നുമില്ല. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും വാട്ടർ എടുത്ത് അവിടെ ഒഴിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഹോ എടുത്തിട്ട് ഇത് മൊത്തം ലെയറായിട്ട് ഈ ബ്ലാക്ക് വരുന്നത് കേട്ടോ ഗൈസ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സോയിൽ എന്ന് പറയുമ്പോൾ കറക്റ്റ് സോയിൽ അതാണ്. അപ്പോൾ അവിടെയുള്ള വീഡ്സൊക്കെ വേഗം വളരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ സൈഡിലും അത് എത്തുന്നുണ്ടോ നോക്കണം. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരിലും അതായിക്കോളും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്ട് എല്ലാത്തിലും സീഡ് എടുത്ത് നടുക. അപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാം റിപ്പീറ്റ് ചെയ്യുക. ഒരു ലെയർ വാട്ടർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ 2 വശവും സോയിലാക്കാം. പിന്നെ വാട്ടർ ഒഴിക്കണമെന്നില്ല. അങ്ങനെ
അപ്പോൾ നമ്മുടെ വീറ്റ് ഫാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെല്ലാ സൈഡും അങ്ങനെ തന്നെ വെച്ച് ഒരു വലിയ വീറ്റ് ഫാം തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വീറ്റിൻ്റെ ആവശ്യം പോലും വരില്ല. ഫുള്ള് ഇവിടെ ലോഡായിരിക്കും ഗൈസ്, അത്ര അധികം വീറ്റുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഏരിയ ക്ലീൻ ആക്കുകയാണ്. എന്നപ്പോൾ ഞാനത് സ്പീഡിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഒരു ബോർഡറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് നമ്മളിപ്പോൾ വീടുണ്ടാക്കുന്നില്ല. ആ വാളിൻ്റെ ഉള്ളിലായിരിക്കും അപ്പോൾ വീട് വരിക. അപ്പോൾ നമ്മുടെ വാളിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതായിക്കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് പറയണം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നല്ല കിടുക്കാച്ചി വീഡിയോ വരുന്നതാണ്. അപ്പോൾ അതിന് വരുന്നവരെ ബൈ.